ശബരിമല സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ് 18-ാം പടി. 18 പടികൾ എന്തിനെന്നതിന് ഉത്തരമായി ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം ഒട്ടനവധിയുണ്ട്. ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മല കയറി വരുന്ന അയ്യപ്പന്മാർ ആദ്യം തൊട്ടുതൊഴുത് കയറുന്ന ഈ 18-ാം പടി തന്നെയാണ്. മറ്റൊരു ക്ഷേത്രത്തിനും 18 പടികൾ കയറി ഭഗവാനെ വിശ്വാസി ദർശിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഈ 18 പടികൾക്കും ഐതിഹ്യമുണ്ട്. എന്താണ് 18 പടികളെന്ന് ചോദിച്ചാൽ പലർക്കും പലതാണ് അതിൽ പറയാനുള്ളത്. ശബരിമല തന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്വാമി ശരണം. 18-ാം പടി എന്ന് പറഞ്ഞാൽ ഈ ശബരിമല അയ്യപ്പന്റെ സങ്കേതം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് പൂങ്കാവനം എന്നറിയപ്പെടുന്നത്. ഈ പൂങ്കാവനം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഈ 18 മലയിലൊന്നും എല്ലാവർക്കും പോയി ദർശനം നടത്താം. ഇവിടൊക്കെ ഓരോ ദേവതാ സങ്കല്പമുള്ളതാണ്. അവിടെ ഒന്നും എല്ലാ ഭക്തജനങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ 18 മലകളിലെ ദേവതാ സങ്കല്പത്തെ കുടിവെച്ചിരിക്കുന്നു ആണ് 18-ാം പടി. ആ 18-ാം പടിയിലുള്ള പ്രത്യേക പൂജയാണ് 18-ാം പടി പൂജ എന്ന് അറിയപ്പെടുന്നത്. ഇത് ദേവതാ സങ്കല്പമാണ് അതിന്റെ പുറകിലുള്ളത്. വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമാണ് 18-ാം പടി കയറാനുള്ള അനുവാദമുള്ളത്. അതല്ലാതെ മല കയറാൻ 18-ാം പടി കയറാൻ അനുവാദമുള്ളത് ചിലർക്ക് മാത്രമാണ്. അതും ചില വിശേഷ അവസരങ്ങളിൽ മാത്രം. അതുപോലെ 18-ാം പടി ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിക്കില്ല. പണ്ട് 18-ാം പടി ഇറങ്ങിയായിരുന്നു അയ്യപ്പന്മാർ മലയിൽ നിന്നും തിരിച്ചു പോയിരുന്നത്. ഇരുമുടി കെട്ടി വരണം എന്നാണ് അതിന്റെ ആചാരപ്രകാരം. പിന്നെ ഇരുമുടി ഇല്ലാതെ വരാൻ പറ്റുന്നത് പന്തളം രാജപ്രതിനിധിക്ക് വരാം, തന്ത്രി കുടുംബത്തിലെ ആൾക്കാർക്കും വരാം, ഇരുമുടി കെട്ടില്ലാതെ. എന്ന് പറഞ്ഞാൽ ഇവരാരും എന്നും വന്ന് കയറുന്നില്ല. ആ സമയത്ത് മാത്രമാണ് ഇരുമുടി ഇല്ലാതെ വന്ന് കയറാൻ പറ്റുന്നത്. തൊട്ട് തൊഴുത് കയറുക എന്നുള്ളതാണ് സങ്കല്പം. എല്ലാം കൂടെ സങ്കല്പിച്ച് താഴെ തൊട്ട് കയറി ഒന്നിച്ച് തൊഴുത് വരുന്നവരുമുണ്ട്. കാരണം വലിയ തിരക്ക് വരുമ്പോൾ എല്ലാ പടിയിലും തൊടാനൊക്കത്തില്ല. അപ്പോൾ സങ്കല്പത്തോടുകൂടി താഴെ ആദ്യത്തെ പടി തൊട്ട് വന്ദിച്ച് കയറുന്നുണ്ട്. മുമ്പത്തെ കാലത്ത് ഇറങ്ങാറുണ്ടായിരുന്നു, തിരിഞ്ഞിറങ്ങുമായിരുന്നു. അന്ന് വലിയ തിരക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് തിരിച്ചിറക്കാൻ ഒക്കത്തില്ല. ഈ കയറാൻ തന്നെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ അതുവഴി നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അതെ, 18-ാം പടി തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന വന്നത് തിരിച്ച് അതുവഴി തന്നെയാണ് ഇറങ്ങുന്നത്. അതെ, പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് 18 പടികളും പൊതിഞ്ഞിരിക്കുന്നത്. മുൻപ് കരിങ്കൽ പാളികളായിരുന്നു. ആദ്യകാലങ്ങളിൽ ഓരോ പടിയിലും തേങ്ങ ഉടച്ചായിരുന്നു വിശ്വാസികൾ മുകളിലേക്ക് കയറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 18-ാം പടിക്ക് ഇരുവശവുമാണ് തേങ്ങയുടയ്ക്കാനുള്ള അനുമതി. ആദ്യകാലത്ത് കരിങ്കലിന്റെ പടിയായിരുന്നു. പിന്നെ അത് നാളികേരം ഉടച്ചുടച്ച് ഭക്തജനങ്ങൾ ഓരോ പടിയിലും ഓരോ വർഷം ഒന്നാം പ്രാവശ്യം വരുന്ന 1-ാമത്തെ പടി ഉടയ്ക്കും, 5-ാം വർഷം വരുന്ന 5-ാമത്തെ പടിയിൽ ഉടയ്ക്കും. അങ്ങനെ ഉടച്ചുടച്ച് അതിന്റെ കേടുപാടുകൾ സംഭവിച്ചപ്പോഴാണ് അത് വാർത്ത കെട്ടാൻ വിധി അനുസരിച്ച് ദേവപ്രശ്ന വിധി അനുസരിച്ച് വാർത്ത കിട്ടിയത്. 18 പടിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒട്ടനവധിയുണ്ടെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ച് സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ് ഈ 18 പടികൾ. ഇത് കയറി തത്വമസി എന്ന അയ്യപ്പ മന്ത്രം ഉരുവിട്ട് സന്നിധാനത്ത് ശ്രീകോവിലിന് മുൻപിലേക്ക് എത്തുമ്പോൾ ഭക്തനെ സംബന്ധിച്ച് അത് പരിപാവനമായ ഒരു അനുഭൂതിയുള്ള മുഹൂർത്തമാണ്. അവരെന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തം. അതുകൊണ്ട് തന്നെ 18-ാം പടിയുടെ പരിപാവനത അത് വിശ്വാസികളെ സംബന്ധിച്ച് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും 18-ാം പടി കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തജന സമൂഹം വൈകാരികമായി പ്രതികരിക്കുന്നതും. ഷിജു ചവറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.